ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ആദ്യമായി എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ട് തന്നെയാണ് ചെയ്തു പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എഴുത്തായാലും അഭിനയമായാലും സംവിധാനമായാലും ഒക്കെ ഇതും. പക്ഷെ ഞാൻ എന്നെ സംബന്ധിച്ച് എപ്പോഴും എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാൻ പറയുന്ന സാധനം വെച്ച് കഴിഞ്ഞാൽ അഭിനയത്തിൻ്റെ ഒരു വഴിയല്ല. എഴുത്തും വായനയും ചേർത്തുകൊണ്ട് തന്നെയാണ് ആക്ടിങ്ങിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഈ വായനശാലകളിൽ ചേർന്നിട്ട് വാർഷികാഘോഷങ്ങൾ നടക്കുമ്പോൾ ഞാൻ നാടകങ്ങൾ സെലക്ട് ചെയ്യപ്പെടുകയും ആ നാടകത്തിൽ ആദ്യമായിട്ട് എൻ്റെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് 15 വയസ്സ് കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എന്നുള്ളതാണ്. അന്ന് അഭിനയിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വായനശാലയുടെ, കസ്തൂർബ വായനശാലയുടെ വാർഷികാഘോഷത്തിന് ശിവരാത്രിയിൽ അമ്പലപ്പറമ്പിൽ വലിയ സ്റ്റേജ് കെട്ടിയിട്ട് അതിനകത്ത് ഒരു നാടകം അവതരിപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറയുന്നത് ഒരുപാട് ചേട്ടന്മാരുടെ കൂടെ ഏറ്റവും ചെറുപ്പമുള്ള, ഏറ്റവും പയ്യൻ ആയിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നൊരു സ്ത്രീവേഷമാണെന്നുള്ളതാണ്. അന്ന് C.L. ജോസിൻ്റെ ജ്വാല എന്ന് പറയുന്ന ഒരു നാടകം എടുത്തിട്ട് അതിനകത്ത് സുമ എന്ന് പറയുന്നൊരു കഥാപാത്രം ചെയ്യാനായിട്ട് അവരെന്നെ തീരുമാനിക്കുകയും ഞാനൊരു സ്ത്രീവേഷം കെട്ടിയിട്ട് സ്ത്രീയായിട്ട് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ അന്ന് ചെയ്യുന്നത് 28 വയസ്സ് 30 വയസ്സുള്ള ചേട്ടന്മാർ. അവർ നാടകത്തിൻ്റെ എല്ലാ കാര്യം ചെയ്യുമ്പോൾ അവർക്കൊരു പെൺകുട്ടിയെ അഭിനയിക്കാൻ പാകത്തിനുണ്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നല്ല ഹൈറ്റുണ്ട്. അന്നും കൂട്ടത്തിൽ പൊക്കം കൂടി ഒരു ആളെന്ന് പറയും ഏറ്റവും മെലിഞ്ഞ കക്ഷിയാണ്. എൻ്റെ ഒരു മുഖത്തിനകത്ത് കൃത്യമായിട്ടൊരു സ്ത്രീയാക്കി മാറ്റാൻ എളുപ്പമാണെന്ന് അവർ കണ്ടെത്തുകയും ചെയ്തിട്ട് എന്നെ ആദ്യമായിട്ട് ഞാൻ അഭിനയിക്കാൻ ചെല്ലുന്നത് ഒരു സ്ത്രീ വേഷമാണ്. പക്ഷെ ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഡയലോഗ് പഠിക്കുന്നു, വൈകുന്നേരങ്ങളിൽ ചെന്ന് സ്കൂൾ വിട്ട് കഴിഞ്ഞതിന് ശേഷവും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഇവരെല്ലാം ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ളൊരു റിഹേഴ്സൽ ക്യാമ്പുകളുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ നമ്മൾ പറയും നമ്മൾ ചെയ്യേണ്ട വേഷം എന്ന് പറയുന്നത് ഡയലോഗുകൾ പഠിച്ച് മാത്രം പോയാൽ പോരാ എന്ന തരത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പം ആ വഴി ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു വഴിയിൽ ഞാൻ അന്ന് ഏറ്റവും കൂടുതൽ ചെയ്യണം. അതുവരെ നമ്മളൊരു ആൺകുട്ടി എന്ന് പറയുന്ന ഒരു ലൈനിൽ നിൽക്കുമ്പോൾ സ്ത്രീകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് നടക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയാണ് സാരി ഉടുക്കുന്നത്, സ്ത്രീകൾ എങ്ങനെയായിരിക്കണം ആളുകളോട് സംസാരിക്കുന്നത് പറഞ്ഞാൽ ഞാനിത് പറയുന്നത് 70കളുടെ ഒരു കാലത്തുള്ള ഒരു കാര്യമാണ്. അപ്പം അന്ന് ഈ 70കളുടെ പകുതിയിൽ അപ്പോൾ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമുക്കുണ്ടാക്കിയെടുക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് ഒബ്സർവേഷൻ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഞാൻ പോലും അറിയാതെ എന്നെ അവർ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ കിട്ടിയിട്ടുള്ള ചിത്രങ്ങളിൽ നിന്നും അല്ലാതെ നമ്മൾ ആൾക്കാരെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ഒരു വഴിയുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പരിധി വരെ നമ്മളുടെ ഒരു ജീവിതത്തിൽ സ്ത്രീകളെ ഒബ്സർവ് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ ചീത്തവിളിയൊക്കെ എനിക്ക് കേട്ടിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യവുമില്ലാതെ ഈ പെണ്ണുങ്ങളിങ്ങനെ ഈ ഭയങ്കരമായിട്ട് സ്റ്റെയർ ചെയ്ത് പോകുന്നത് എന്തിനാണെന്ന് നോക്കുന്നത്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ടീച്ചർമാർ, ചിലപ്പോൾ ടീച്ചർമാരെയൊക്കെ, കാരണം വെച്ചാൽ കഥയിലെ കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 22-24 വയസ്സുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം നമ്മൾ 15 വയസ്സുള്ള ഞാൻ ഈ പെണ്ണുങ്ങളിങ്ങനെ വളരെ ഇതായിട്ടിങ്ങനെ ഒരു തരം സ്റ്റെയറിങ് സ്വഭാവത്തിൽ നോക്കുമ്പോൾ അവരെന്തിനാണെന്ന് വെച്ചാൽ അവരെങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ശ്രദ്ധകളായിരുന്നു. പക്ഷേ ആ സാധനം കേൾക്കുമ്പോൾ അന്നത്തെ കാലത്ത് അവർ നമ്മളോട് ചീത്ത വിളിക്കുക ചെയ്തിട്ടുള്ളത്, നീ എന്തിനാണ്. അപ്പോൾ എന്നെ ഒരു പരിധി വരെ ഇവരുടെ കൂടെ പോകുമ്പോൾ പോലും ഞാൻ ഈ വഴിയിൽ നിന്നുള്ള ഒരർത്ഥത്തിൽ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു വളരെ കൃത്യമായിട്ട് അതൊരു കുറ്റകരമായ കാര്യം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അതെനിക്കൊരു ആവശ്യമായിട്ട് തോന്നില്ല. പക്ഷേ ഇത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തലവേദന ഉണ്ടായിരുന്നല്ലോ. ആ തലവേദന ഞാൻ കൃത്യമായിട്ട് അന്ന് പല ടീച്ചർമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്, ചേച്ചിമാർ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കേട്ടുപോയിട്ടും ഇത് അഭിനയിച്ച് കഴിഞ്ഞപ്പോഴാണ് അവരൊരു പരിധി വരെ എന്നെ സംബന്ധിച്ചോളം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ഒരു സ്ത്രീ ബിഹേവ് ചെയ്യുന്നത് പോലെ തന്നെ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം നമുക്കത് അതിനൊരു ഗുണമുണ്ടാകുന്നു. ഇത്തരം കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്കൊരു വലിയ തോതിലുള്ള ഒരു ഗുണമുണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരാളെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പെർഫോം ചെയ്ത് പോവുകയാണ്. ഇന്നും നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ആക്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴോ ഒക്കെ നമ്മളത് കൃത്യമായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് പോകാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നല്ല. ഞാൻ അന്ന് നാടകത്തിൽ ചെയ്ത സാധനം തന്നെ ഞാൻ ആദ്യമായിട്ട്
ടെലിവിഷനിലേക്ക് വന്നപ്പോഴും ചെയ്തത്. കാരണം ജൂഡ് അട്ടിബേറ്റി ഡയറക്റ്റ് ചെയ്ത് PF മാത്യു സ്ക്രിപ്റ്റ് ചെയ്ത ശരറാന്തരം എന്ന് പറഞ്ഞ സീരിയലിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരു വേഷം, കാരണം ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകാനല്ല, മാത്യൂസിനെ വിളിച്ചുകൊണ്ട് പോകുന്നത് അതിനകത്തൊരു വേഷം അഭിനയിക്കുന്നത്. അപ്പം ഞാൻ അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്ന ഒരാളെന്നതിനേക്കാൾ കൂടുതൽ ഞാൻ അതിനകത്ത് അവിടെ നിന്നുകൊണ്ട് ഈ ഡയറക്ഷൻ സൈഡ് കൂടെ പഠിക്കുക എന്ന് പറഞ്ഞ സാധനമുണ്ട്. അപ്പം അതിൻ്റെ സാധ്യതയിലേക്ക് ചെന്നപ്പോഴാണ് അതൊരു വളരെ ഹ്യൂമറസ് ആയ ഒരു ക്യാരക്ടർ. അതിനകത്തും ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊട്ടയൽവക്കത്തെ വീട്ടിലെയും റോഡുകളിലെയും പെൺകുട്ടികളെ നോക്കി നടക്കുന്ന ഒരു പൂവാലൻ ക്യാരക്ടറായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സ്ത്രീകളോട് മുഴുവൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറി അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ ഇഷ്ടം സമ്പാദിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയാൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിരുന്നു. അത് ആ സിനിമയിൽ ആ ടെലിവിഷൻ സീരിയലിലെ ഏറ്റവും ഹ്യൂമറസ് ആയിട്ടുള്ള സിറ്റുവേഷനുകളിൽ 2 സീനുകളിൽ മാത്രം വന്നിരുന്ന ഒരു കഥാപാത്രത്തെ അന്നത്തെ കാലത്ത് ഇത് സ്പോൺസർഷിപ്പ് വളരെ സീരിയസ് ആയിട്ടുള്ള PR ശ്യാമളയുടെ ആ നോവലിന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കഥ പറഞ്ഞു പോകുന്നതിനകത്ത് ഏറ്റവും ഹ്യൂമറസ് ആയിട്ടൊരു റിലീഫ് ക്യാരക്ടർ ഇത് മാത്രമാണെന്ന് ഗോദ്രേജിൻ്റെ കമ്പനി അന്ന് സ്പോൺസർ ചെയ്യാൻ നിന്നപ്പോൾ ആ 2 സീൻ മാത്രം വന്ന കക്ഷിയെ പിന്നീട് ഒരു 5-6 എപ്പിസോഡുകളിലേക്ക് വളർത്തി കൊണ്ടുവന്ന ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം അന്ന് ഞാൻ രണ്ടാമത് ചെയ്തു വെച്ചിരുന്നത് വളരെ ഹ്യൂമറസ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഈ അതിൻ്റെ തുടർച്ച തന്നെയായിരുന്നു രാജീവഞ്ചലിനോടൊപ്പം ഈ തങ്കക്കൊലിസ് എന്ന് പറഞ്ഞ തമിഴ് സിനിമ ചെയ്തപ്പോൾ പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ തമിഴ് സിനിമയിലേക്കായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ NL ബാലകൃഷ്ണന് വേണ്ടി വെച്ചിരുന്നൊരു വേഷമായിരുന്നു. അത് മ്യൂസിയം ക്യൂറേറ്റർ ഒരു ക്യാരക്ടർ. അപ്പം പുള്ളി വരുന്നത് വരെ കാത്തിരുന്ന് അവസാനം പത്മനാഭപുരം പാലസ് 7 ദിവസത്തെ പെർമിഷൻ കിട്ടിയിട്ട് 6ാമത്തെ ദിവസം ഇയാൾ വരില്ല എന്ന് തീരുമാനിച്ച 7ാമത്തെ ദിവസം രാജീവേട്ടൻ എന്നോട് പറയുന്നു മധു അഭിനയിക്കുന്നു പറഞ്ഞു. അങ്ങനെ അന്നത്തെ കാലത്ത് എനിക്ക് കുറേ കൂടെ താടിയും ധാരാളം മുടിയും ഉണ്ടായിരുന്നു, വലിയ ജുബ്ബയൊക്കെ ഇട്ട്. കാരണം പുള്ളിക്ക് വേണ്ടി NL ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വേണ്ടി തയ്പ്പിച്ചുറപ്പിച്ച ഒരു ജുബ്ബയൊക്കെ ഉണ്ടായിരുന്നു. അത് ക്യൂറേറ്റർ റോളാണ്. പക്ഷേ ആ ജുബ്ബയൊക്കെ വെട്ടി മാറ്റിയിട്ട് ഏറ്റവും അവിടെ കിട്ടിയ ഒരു വെള്ള ഷർട്ടും വെള്ള പാൻറ്റും ഇട്ടിട്ട് ഞാൻ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വളരെ സീരിയസ് ആയൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു, ഒരു സിനിമയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ ആക്ട് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അല്ലാതെ മറ്റൊരു സ്ഥലത്തേക്ക് മാറി പോയിട്ട് തിരിച്ച് വളരെ സീരിയസ് ആയിട്ട് വീണ്ടും ചെയ്യേണ്ടി വരുന്നത്. ആ തങ്കക്കൊലിസ് റിലീസ് ചെയ്തില്ല. പക്ഷേ പിന്നീട് രാജീവേട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റായി നിൽക്കുന്ന സമയത്തും ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴും എന്നെ പിടിച്ച് അഭിനയിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതും ആ സിനിമയിൽ നിന്ന് അതിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഞാൻ ഫസ്റ്റ് റീല് ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ ആ പോർഷൻസ് മുഴുവൻ മാറ്റി വെക്കുന്നതാണ്. കാരണം അത് ആവശ്യമില്ല എന്ന് ഈ റീൽ ഓർഡർ ചെയ്തപ്പോൾ തന്നെ നമ്മൾ ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് പിന്നെയാണ് ഞാൻ കാശ്മീരം എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോൾ ഇത് ഒരു തുടർച്ച പോലെ ഒന്നൊന്നിൽ നിന്ന് മാറി, ഒരു സ്ത്രീ വേഷത്തിൽ നിന്ന് മാറി, ഒരു ഹ്യൂമറസ് ക്യാരക്ടർ മാറി, വളരെ സീരിയസ് ആയൊരു ക്യാരക്ടറിൽ നിന്ന് മാറി, അതൊന്നും അല്ലാത്തൊരു നെഗറ്റീവ് ഷെയ്ഡിലുള്ള കാഴ്ചയിൽ ആദ്യം പോസിറ്റീവാണെന്ന് തോന്നിച്ച ഒരു ഭയങ്കര ഹൈലി റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ക്യാരക്ടറിൽ നിന്ന് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ നെഗറ്റീവായൊരു ഷെയ്ഡിലേക്ക് മാറിപ്പോകുന്ന ഒരു പ്രോസസ്സിൽ പോകുന്ന ആക്ടിങ്ങിൻ്റെ ഒരു ഇതല്ല. പിന്നീട് ആ സിനിമ ചെയ്തതിൻ്റെ പുറത്ത് തന്നെയാണ് വാർദ്ധക്യപുരാണം പോലെയുള്ള സിനിമകളിൽ. അപ്പോൾ നമ്മൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്നിൻ്റെ ഒരു തുടർച്ച പോലെ ചെയ്തു പോകുന്നത് വേറൊരു തരത്തിലേക്കൊക്കെ മാറ്റി എഴുതപ്പെടുകയും നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബിഹേവിയർ സ്ട്രക്ചറിനെ, അതിനകത്തുണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം മാറ്റി എഴുതപ്പെടുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. കാരണം ശരീരം ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ശരീരമാണ് ഈ എഴുത്തുകാരന് മഷിയും പേനയും പോലെ തന്നെ ഒരു ടൂള് തന്നെയാണ്. അയാളുടെ മനസ്സിനകത്തുള്ള കാര്യങ്ങളൊരു ടൂള് പോലെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ആക്ടേഴ്സിനെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഒരു പരിധിവരെ നമ്മൾ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു തുടർച്ചയുണ്ടെങ്കിൽ പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് എന്നെ പഠിപ്പിച്ച ആ നാടക വേദിയിലെ ഗുരുക്കന്മാർ, നാടകത്തിന് ഒപ്പം നിന്നിട്ടുള്ള ആൾക്കാർ, രാജേന്ദ്രൻ ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ആ ആൾക്കാർ മുഴുവൻ ആദ്യമായിട്ട് നമ്മളെ മോൾഡ് ചെയ്യുന്നുണ്ട്. ഞാൻ വായിച്ച പുസ്തകങ്ങൾ, ഞാൻ കണ്ട ആളുകൾ, എനിക്ക് മുമ്പിലൂടെ നടന്നുപോയ ആ സ്ത്രീകൾ മുഴുവൻ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ എന്നെ മോൾഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ടൊരു പെർഫോമർ എന്നുള്ള രീതിയിൽ അത് കഴിഞ്ഞപ്പോൾ, അത് ആ നാടകം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നീ നന്നായി എന്ന് അന്ന് പറഞ്ഞ ആൾക്കാർ പിന്നീട് എത്രയോ കാലം ആ പേരിൽ എന്നെ വിളിച്ചിട്ടുള്ള, അതൊരു അപരനാമമായിട്ട് എന്നെ വിളിച്ചിട്ടുള്ള ആൾക്കാർ ഈ ആദ്യമായിട്ട് ഞാൻ ചെയ്ത ആ കാര്യത്തെ ഓർത്തുകൊണ്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുതന്നെയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആദ്യ വഴി എന്ന് ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് തിരിച്ചറിയുന്നതും. നടനും ചലച്ചിത്ര സംവിധായകനും എഴുത്തുകാരനുമായ മധുപാൽ തന്റെ അഭിനയ ജീവിതത്തിലെ ആദ്യാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഇതുവരെ. ആദ്യമായി ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.